ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. സാധാരണഗതിയിൽ മോദി കെയർ കമ്പനിയിലെ ഒരാൾ ഒരു ഫ്രീ ആയിട്ടൊരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആളുകൾക്കുള്ള ഒരുപാട് സംശയങ്ങളാണ്. എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് മോദി കെയറിലുള്ളത്, അതെങ്ങനെയൊക്കെയാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ സംശയം ഉണ്ടാവും. അപ്പോൾ അത്തരം സംശയമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രൈമറി ആയിട്ടുള്ള ചില ഇൻഫർമേഷൻ തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, മോദി കെയറിൻ്റെ മൊബൈൽ ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ഓൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഇത് കാണുക, ഒരു സ്ക്രീൻ കാണുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമായിട്ട് മുകളിൽ നോക്കുക, ചൂസ് ഹൂ ആർ യു ഓർഡറിങ് ഫോർ. ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത്. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് കാണും. ഇതിപ്പോൾ ഞാനൊരു ഷോപ്പിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിൻറ്റിൻ്റെ മൊബൈൽ ആപ്പിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ 2-3 ഓപ്ഷൻ കാണും. സെൽഫ് ഓർഡർ ആണോ, ഇനി ഡൗൺലൈനിൽ ആവശ്യമുള്ള ഓർഡർ ആണോ അങ്ങനെയൊക്കെ ചോദിക്കും. സാധാരണ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ MA നമ്പർ അല്ലെങ്കിൽ പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ട് വരുമ്പോൾ അവർക്ക് പേഴ്സണലായിട്ടാണ് മിക്കവാറും ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കാണിക്കുക. എന്തായാലും ഈ പേജ് തുറന്നു വരുമ്പോൾ ഒന്ന് വായിച്ച് നോക്കുക. ഓർഡർ ഫോർ, ആർക്ക് വേണ്ടിയാണ് ഓർഡർ ചെയ്യുന്നത്, അവരുടെ പേരുണ്ടാവും, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും, ഏത് അഡ്രസ്സിലേക്കാണ് ഇത് വരിക എന്നുള്ളത് തൊട്ട് താഴെ കാണിക്കുന്നുണ്ടാവും. ആ പേജ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോകും. അവിടെ നമുക്ക് കാണാം ബ്രൗസ് കാറ്റഗറീസ്, ബണ്ടിൽ പാക്ക്, ഫുഡ് ആൻഡ് ബിവറേജ്, ഹെൽത്ത് ന്യൂട്രീഷൻ, ഓട്ടോ കെയർ, ബ്യൂട്ടി, ലൈഫ് സ്റ്റൈല്, ഇങ്ങനെ കുറേ കാറ്റഗറീസ് നമ്മളിങ്ങനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ആദ്യം എല്ലാവർക്കും ആവശ്യമുള്ള ചില ഉൽപ്പന്നങ്ങൾ എന്ന രീതിയിൽ പേഴ്സണൽ കെയർ ആണ് എടുക്കുന്നത്. പേഴ്സണൽ കെയർ കാറ്റഗറി പോയി കഴിഞ്ഞാൽ കുറേ പ്രോഡക്റ്റ്സ് അവിടെ കാണും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എന്താണെങ്കിലും നമ്മളൊരു കടയിൽ നിന്ന് പോയിട്ട് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് മോദി കെയറിൽ നിന്ന് വാങ്ങാം. എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് പകുതി വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഉൽപ്പന്നങ്ങൾ കിട്ടുക. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ എന്താണെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളുകളാണ്. അപ്പോൾ മോദി കെയർ ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ കഴിയാത്ത അത്ര ഡിസ്കൗണ്ട് ആയിരുന്നു കിട്ടും. അപ്പോൾ എല്ലാ വീട്ടിലേക്കും ആവശ്യമുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഞാനിതിൽ ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പോവാണ്. ഇതിൽ ആദ്യത്തെ പ്രോഡക്റ്റ്സ് പേസ്റ്റാണ്. ഒരു നീല കളറിൻ്റെ പേസ്റ്റ് കാണാം, ഫ്രഷ് മൊമെൻറ്റ്സ് പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ പല്ലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും, പല്ല് പൊളിപ്പ്, മോണവേദന, ഇങ്ങനെ ബ്ലീഡിങ് പല്ലിന്ന് ഗമ്മെന്നൊക്കെ വരിക, ഇതൊക്കെ പരിഹരിക്കാവുന്ന ഒരു പേസ്റ്റാണ് ഇത്. നമുക്ക് നോക്കിയാൽ അറിയാം, MRP 96 രൂപ ഉണ്ട്. 74 റുപ്യക്ക് നമുക്ക് ആ പേസ്റ്റ് കിട്ടും, ഓൺ ദ സ്പോട്ടിൽ ഡിസ്കൗണ്ട്. അപ്പോൾ അതൊരെണ്ണം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണാൻ മുകളിൽ ആഡ് ടു കാർട്ട്. ഇനി നമ്മുടെ ഏറ്റവും ഹൈ ക്വാളിറ്റി ഒരു സോപ്പാണ് വൈറ്റ് പേൾ സോപ്പ്. നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ടോണിങ്ങും ഭംഗിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫസ്റ്റ് ഗ്രേഡ് സോപ്പാണ് ഈ വൈറ്റ് പേൾ സോപ്പ്. ഒരു തവണ ഉപയോഗിച്ച ആളുകൾ ഒരു കാരണവശാലും ഈ സോപ്പ് പിന്നെ മാറ്റാറില്ല. അത്രയും അവരെ അത് ആകർഷിക്കുന്നതാണ്. മാത്രമല്ല, ഈ ഗ്രേഡ് പറയുമ്പോൾ ആൾക്കാർക്ക് അറിയില്ല, നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ സോപ്പും സെക്കൻഡ് ഗ്രേഡോ തേർഡ് ഗ്രേഡോ ആണ്. അത് നമ്മുടെ സ്കിന്നിനെ അത്യാവശ്യം കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സോപ്പുകളാണ്. വില കുറഞ്ഞ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്, ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ആൾക്കാരത് പോയി വാങ്ങുന്നത്. എന്നാൽ ഈ പ്രോഡക്റ്റ്, ഈ വൈറ്റ് പേൾ സോപ്പ് നമ്മുടെ സ്കിന്നിന് വളരെ ഗുണകരമാണ്, ഫസ്റ്റ് ഗ്രേഡുമാണ്. എന്നാൽ തന്നെ MRPയുടെ പകുതി വിലയ്ക്കും താഴെ കിട്ടാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ വൈറ്റ് പേൾ സോപ്പിൻ്റെ MRP 256 രൂപയാണ്, നമുക്കത് 195 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ അതൊരെണ്ണം ഞാൻ ആഡ് ചെയ്തു. ഓക്കെ. പിന്നെ കുറേ സോപ്പുകളുണ്ട്, ഒരുപാട് സോപ്പുകൾ, പല ഐറ്റംസ് ഉണ്ട്. ഗ്ലിസറിൻ സോപ്പുണ്ട്, തൽക്കാലം ഞാൻ എടുക്കുന്നില്ല. അങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഹെയർ ഓയിലുണ്ട്, അതുപോലെ നമ്മുടെ ഹെയർ കളറുണ്ട്, മുടി കളർ ചെയ്യുന്ന സാധനങ്ങളുണ്ട്, അമല ഹെയർ ഓയിലുണ്ട്, അതുപോലെ ഈ ഫസ്റ്റ് ഗ്രേഡിൻ്റെ തന്നെ വില കുറഞ്ഞ സോപ്പുകളുണ്ട്. പിന്നെ നാപ്കിൻ ഉണ്ട്, അതായത് ലേഡീസ് ഉപയോഗിക്കുന്ന നാപ്കിൻ ഉണ്ട്. നമുക്കറിയാം, സാധാരണ നാപ്കിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്ന പ്ലാസ്റ്റിക്, തേർഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കാണ് അതിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് കൃത്യമായിട്ട് കോട്ടൺ മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള 5 ലെയറുള്ള നാപ്കിനാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിച്ചാൽ ആളുകൾ അത് പിന്നെ തിരിച്ച് അത് മാറ്റില്ല, അത്രയും ക്വാളിറ്റി അവർക്കത് ഫീൽ ചെയ്യും, മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 3 സൈസിലുണ്ട്. അപ്പോൾ XL large ആണ് ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ലേഡീസുള്ള ആളുകളൊക്കെ വീട്ടിലെ ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഷാംപൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യം പോലെ നമുക്ക് ഓർഡർ ചെയ്യാം. പിന്നെ ഹാൻഡ് വാഷ് ഉണ്ട്, അടിപൊളി ഹാൻഡ് വാഷാണ്. അപ്പോൾ അതൊരെണ്ണം എടുത്തു. പിന്നെ ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫംഗസ്, വൈറസ്, ബാക്ടീരിയ, ഈ 3 തരത്തിലുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും ഒരു പരിഹാരമായിട്ട്, ഉദാഹരണം തുമ്മൽ, ജലദോഷം, അതുപോലെ ഈ താരൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ഈ കുഴിനകം കുത്തുക, അതുപോലെ വല്ല പ്രാണികളോ കടന്നലൊക്കെ കുത്തിയ ഉപയോഗിക്കാവുന്ന, അങ്ങനെ തലവേദന വരുമ്പോൾ വരട്ടാം, അങ്ങനെ ഒരു 100 കണക്കിന് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ടീ ട്രീ ഓയിൽ. അത് ഒരെണ്ണം ഞാൻ ആഡ് ചെയ്യാം. പിന്നെ താരൻ എല്ലാ വീട്ടിലും മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ താരൻ്റെ ഷാമ്പു ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൂത്ത് ബ്രഷ്, നമ്മുടെ നല്ല ഹൈ ക്വാളിറ്റി ടൂത്ത് ബ്രഷാണ് വരുന്നത്. 4 ആൾക്കുള്ള പാക്കാണ്. അപ്പോൾ അതൊരെണ്ണം
ഓർഡർ ചെയ്തു. ഇങ്ങനെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ നോക്കി അറിയാൻ പറ്റും. അതുപോലെ ഈ ഗ്ലിസറിൻ ലോഷൻ, ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് ഈ ലോഷൻ വളരെ ഗുണകരമാണ്. തീപ്പൊള്ളേറ്റ പാട്, അതുപോലെ തന്നെ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോഴുള്ള പാട്, ഇതെല്ലാം ഈ സാധാരണ ബോഡി ലോഷൻ കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതൊരെണ്ണം ആഡ് ചെയ്യാം. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ താഴേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരു സാധനം മൊറോക്കൻ അർഗൻ ഓയിൽ ഓഫ് മൊറോക്കോ എന്ന് പറയും. മുടി വളരാനുള്ളൊരു സാധനമാണ്. അത് നമുക്ക് ആവശ്യക്കാർക്ക് അതൊക്കെ വാങ്ങി ഉപയോഗിക്കാം. കുട്ടികൾക്കുള്ള സോപ്പ്, അതുപോലെ പൗഡർ, കുട്ടികൾക്കുള്ള മിൽക്ക് ക്രീം, കുട്ടികൾക്കുള്ള കിഡ്സ് ടൂത്ത് പേസ്റ്റ്, ഇങ്ങനെ കുറേ ഉൽപ്പന്നങ്ങൾ ഈ പേഴ്സണൽ കെയറിൽ തന്നെ വരുന്നുണ്ട്. ബോഡി പഫ്, കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ബോഡി പഫ്, അതുപോലെ കാലിൻ്റെ അടി വിണ്ട് പൊട്ടാതിരിക്കാനുള്ള ഫൂട്ട് കെയർ ക്രീം, ഇങ്ങനെ കുറേ ഉൽപ്പന്നങ്ങൾ പേഴ്സണൽ കെയർ ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം പേഴ്സണൽ കെയറിൽ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 8 പ്രോഡക്റ്റാണ്. മുകളിൽ നോക്കിയാൽ അറിയാം, റൈറ്റ് സൈഡിൽ നോക്കിയാൽ 8 പ്രോഡക്റ്റ് നമുക്ക് ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണൽ കെയറിൽ തൽക്കാലം ഇത്രയും പ്രോഡക്റ്റ്സ് മതിയാവും. പിന്നെ നമുക്ക് ഇപ്പോൾ ഉദാഹരണം വണ്ടി ഉണ്ടെങ്കിൽ ഓട്ടോ കെയർ എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ പോയിട്ട് ഒരു ഓട്ടോ വാഷ് നിർബന്ധമായിട്ട് വാങ്ങണം. വണ്ടി പുതിയ വണ്ടി പോലെ ഇരിക്കും അത് ഉപയോഗിച്ചിട്ട് വണ്ടി കഴുകിയാൽ. 50 പ്രാവശ്യം കാറ് കഴുകാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ ബൈക്കാണെങ്കിൽ 100 പ്രാവശ്യം യൂസ് ചെയ്യാം. അപ്പോൾ ഓട്ടോ കെയർ എന്ന് പറഞ്ഞാൽ ഞാനത് എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ സെക്ഷനിലും പോയിട്ട് നമുക്ക് സാധനങ്ങൾ ഇപ്പോൾ എല്ലാവരും ഒരു ദിവസം കൊണ്ട് വാങ്ങണമെന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയണതാണ്. ഇനി നമുക്ക് അത്യാവശ്യമുള്ള ഒരു സെക്ഷനാണ് ഹോം കെയർ. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ വീട്ടിലും ഉപയോഗിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് ടോയ്ലറ്റ് ക്ലീനർ. ഇപ്പോൾ സാധാരണ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിച്ചാൽ നമ്മുടെ ഈ സെപ്റ്റി ടാങ്ക് വേഗം നിറഞ്ഞു വരാനും അത് ലീക്കാവാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അതിന് അത്രയധികം കെമിക്കൽ ആക്ഷനാണ് അതിലുള്ളത്. അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് സെല്ലറാണ്. മാത്രമല്ല ഇത് മിനിമം ഒരു 3 മാസം മുതൽ 6 മാസം വരെ ഉപയോഗിക്കാൻ പറ്റും. പുതിയ ടോയ്ലറ്റ് ക്ലോസറ്റ് പോലെ ഇരിക്കും. മാത്രമല്ല ഇത് വളരെയധികം കോസ്റ്റ് ഇഫക്റ്റീവാണ്, ലാഭകരമാണ്. വളരെ കുറച്ച് തുള്ളികൾ മതി നമുക്കൊരു തവണ നമ്മുടെ ക്ലോസറ്റൊക്കെ വൃത്തിയാക്കി എടുക്കാൻ. അപ്പോൾ അതൊരെണ്ണം നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ്. അത് വാങ്ങി. പിന്നെ വണ്ടർ ഡ്രോപ്പ് എന്ന് പറയും. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതാണ് വണ്ടർ ഡ്രോപ്പ്. നിർബന്ധമായി ഉപയോഗിക്കേണ്ടതാണ്. അതൊരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലോർ ക്ലീനർ, ഡിസിൻഫെക്റ്റൻ്റ് ക്ലീനർ എന്ന് പറയും. അതായത് അണുനാശിനിയാണ്. ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന സാധനമാണ് ഫ്ലോർ ക്ലീനർ. സ്റ്റെറി ക്ലീൻ അതൊരെണ്ണം എടുത്തു. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രബ്ബർ. നമുക്കറിയാം സാധാരണ പാത്രം കഴുകുന്ന നമ്മുടെ സ്ക്രബ്ബറൊക്കെ 10 ദിവസം കഴിയുമ്പോൾ പൊടിഞ്ഞു പോകും, തുരുമ്പ് പിടിക്കും. ഇത് 6 മാസം കഴിഞ്ഞാലും തുരുമ്പ് പിടിക്കില്ല, പൊടിഞ്ഞു പോകില്ല. അത്രയും ഹൈ ക്വാളിറ്റി സ്ക്രബ്ബറാണ്. അതൊരു പാക്കറ്റ് ഒരു വീട്ടിൽ അത്യാവശ്യമാണ്. അപ്പോൾ അതൊരെണ്ണം എടുത്തു. ഇത്രയാണ് ഈ സെക്ഷൻ. നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം ഇപ്പോൾ 13 ഉൽപ്പന്നങ്ങളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു സെക്ഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കുറേ സെക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻസാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് നോക്കുമ്പോൾ പേഴ്സണൽ കെയറായി, ഹോം കെയറായി, ലോണ്ടറി കെയർ, ഡ്രസ്സ് കഴുകുന്ന ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 5-in-1 ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ്. ഇത് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കാം, ബക്കറ്റ് വാഷിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതൊരെണ്ണം എടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് വാഷിംഗ് പൗഡർ ഉപയോഗിക്കാം. നമ്മുടെ വാഷിംഗ് പൗഡറിൻ്റെ പ്രത്യേകത ഇത് ഒരു അരമണിക്കൂർ മുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെറുതെ നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ട, അങ്ങനെ അലക്കി തല്ലി തിരുമ്പേണ്ട ആവശ്യമൊന്നും വരില്ല. അത്രയും റിസൾട്ടുള്ള പ്രോഡക്റ്റാണ്. മാത്രമല്ല അലർജി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. ഇതിൻ്റെ വേസ്റ്റ് വെള്ളം, ഇത് ഉപയോഗിച്ച് വാഷ് ചെയ്ത വേസ്റ്റ് വെള്ളം പച്ചക്കറികൾക്കും ചെടികൾക്കും ഒഴിച്ചു കൊടുത്താൽ അത്ഭുതകരമായ രീതിയിൽ അത് വളർന്ന് കാണാം. അതായത് കെമിക്കൽ ആക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പൗഡറാണ്. അപ്പോൾ അതൊരെണ്ണം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 15 പ്രോഡക്റ്റ് ആയിട്ടുണ്ട്. മുകളിൽ നോക്കിയാൽ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് ആ കാർട്ടിങ്ങനെ എടുത്ത് നോക്കിയാൽ അതിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ എല്ലാതും ഓരോന്നാണ് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 3032 രൂപയായിരുന്നു ഏറ്റവും താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല അതിലൊരു 50.65 PV എന്ന് കാണാം പോയിൻ്റ് വാല്യൂ. ഈ പോയിൻ്റ് വാല്യൂ ഉപയോഗിച്ച് നമുക്ക് കുറേ ബെനിഫിറ്റുകളുണ്ട്. ചില ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ പറ്റും, ചില ഓഫറുകൾക്ക് നമുക്ക് ഇത് പരിഗണിക്കും, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3000 രൂപ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ ഈ റേറ്റാണ് വരിക. നമ്മൾ ഏത് സൂപ്പർ മാർക്കറ്റ് പോയാലും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറേ ഉൽപ്പന്നങ്ങൾ എടുത്താൽ ഈ എമൗണ്ട് വരും. അപ്പോൾ ഞാൻ ഈ പ്രൊസീഡ് ടു പേ എടുക്കുകയാണ്. ഞാൻ ഇവിടെ പർച്ചേസ് ഫിനിഷ് ചെയ്യണം. ഒരുപാട് സെഗ്മെൻറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ തൽക്കാലം നമുക്ക് ഇത് അവസാനിപ്പിക്കാം. പ്രൊസീഡ് ടു പേ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും വല്ല ഓഫർ വല്ലതും വേണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നോർമലി ഓഫർ ഇപ്പോൾ ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് പേയിലേക്ക് പോയി. അപ്പോൾ അവരിങ്ങനെ കാണിക്കും ഡെലിവറി കൊടുക്കുന്ന സ്ഥലം, അഡ്രസ്സ് അതിൽ കാണിക്കും, കാർട്ട് വാല്യൂ എമൗണ്ട് കാണിക്കും. പിന്നെ അതിൽ നമുക്ക് മോദി കെയർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അതിൽ ആവശ്യമാണ് നമുക്ക് വേണമെങ്കിൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിർബന്ധമില്ല. ഇപ്പോൾ താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം നെറ്റ് ബാങ്കിങ് ഉണ്ട്, അതുപോലെ UPI കാർഡ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ M-Wallet എന്ന സംവിധാനമുണ്ട്. ഇതിൽ എല്ലാവർക്കും എളുപ്പം UPI കാർഡ് നിങ്ങളുടെ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് കൊടുക്കലാണ്. അപ്പോൾ ഇതിൽ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും.
ആ പേജിലാണ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബില്ല് ജനറേറ്റ് ആവും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ പർച്ചേസ് ഫിനിഷ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. പ്രത്യേകിച്ചും നമ്മൾ മറ്റ് കടകളിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നത് പോലെ അല്ല. മോദി കെയർ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ 2 പ്രധാന കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം ഹൈ ക്വാളിറ്റി ഉൽപ്പന്നങ്ങളാണ്. ഹാനികരമായ കെമിക്കലുകളൊന്നുമില്ലാത്ത കഴിഞ്ഞ 30 വർഷമായിട്ട് ഇന്ത്യയിൽ മുഴുവൻ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയുടെ വിശ്വാസ്യതയുള്ള ഉൽപ്പന്നങ്ങളാണ്. അത് ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല MRPയുടെ ഏതാണ്ട് 70% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. 100 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ 70 രൂപയോളം ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ 30 രൂപയാണ് കൊടുക്കേണ്ടി വരിക. ഈ യാഥാർത്ഥ്യം അറിയുന്ന അനുഭവിച്ച ആളുകളാണ് മോദി കെയറിൻ്റെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സായിട്ട് നിലനിൽക്കുന്നത്. ഇനി ഇതൊഴികെ ഒരുപാട് സെഗ്മെൻറ്റിൽ ഉൽപ്പന്നങ്ങളുണ്ട്. അതിനെപ്പറ്റി പിന്നീട് സമയത്ത് ഞാൻ പറയാം. ഈ വീഡിയോ നിങ്ങൾ വിശദമായിട്ട് കാണാൻ താല്പര്യമാണെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കുക. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. കാരണം മോദി കെയർ ഒരു ബിസിനസ് മാത്രമല്ല, ജനങ്ങളുടെ ജീവിതത്തിന് സഹായകമായ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മോദി കെയർ.